ഹലോ, RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന കുറേ ആളുകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. OTP വെരിഫിക്കേഷൻ, ആധാർ OTP വെരിഫിക്കേഷൻ പ്രോസസ്സ് മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ സ്റ്റക്കാണ്, ഒരുപാട് ആൾക്കാർ സ്റ്റക്കാണ്. ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിങ്ങൾ ഒരുപാട് പേര് വളരെ ടെൻസ്ഡ് ആയിട്ട് എന്നെ വിളിച്ചിരുന്നു. ഇന്നലെ തന്നെ എനിക്ക് ഒരുപാട് കോൾസ് വന്നിരുന്നു. കുറേ ആൾക്കാരുടെ കോളുകൾ എടുത്തില്ല, കുറേ പേരുടെ മെസ്സേജിന് മാത്രമാണ് ഞാൻ റിപ്ലൈ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളെല്ലാവരും ചോദിക്കുന്നു. കാരണം 22-ാം തീയതി വരെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇന്ന് 14-ാം തീയതി ആയിരിക്കുകയാണ്. ഏകദേശം ഒരാഴ്ച മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് സമയങ്ങളിൽ നോർമലി ഹ്യൂജ് ട്രാഫിക്കാണ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളെല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഇനിയുള്ള സമയങ്ങളിൽ ട്രാഫിക്ക് കൂടില്ലേ എന്നൊക്കെ കുറേ പേർക്ക് കൺസേൺ ഉണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് നോക്കാം. ആധാർ OTP വെരിഫിക്കേഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ സ്റ്റക്കാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് നിങ്ങളോടൊന്ന് കൺവേ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ആപ്ലിക്കേഷൻ RRB ഗ്രൂപ്പ് ഡിയുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റാതിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക, മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് സാധാരണയായിട്ട് പല പരീക്ഷകൾക്കും സംഭവിക്കുന്നതാണ്. ചില SSCയുടെ പരീക്ഷകളായാലും അതുപോലെ തന്നെ RRBയുടെ പല പരീക്ഷകൾക്കും ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം. മാത്രമല്ല നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ, ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ നേരിടുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിമാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് നേരിട്ടിപ്പം ഒരുപക്ഷെ RRBസിൻ്റെ സൈറ്റിൽ അവരുടെ നമ്പർ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമുക്ക് RRBസിന് ഒഫീഷ്യൽ മെയിൽ അയയ്ക്കുക. നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം പറഞ്ഞത്, ഇപ്പോൾ RRB ചെന്നൈയുടെ വെബ്സൈറ്റാണ്. നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്തുകൊണ്ട് മാക്സിമം ആൾക്കാർ മെയിൽ അയയ്ക്കുക. അതുപോലെ തന്നെ അതിനകത്ത് നിങ്ങൾ നിലവിൽ നേരിടുന്ന പ്രോബ്ലം, ആധാർ OTP വെരിഫിക്കേഷൻ ആണ് പ്രോബ്ലം എങ്കിൽ ആ ഒരു കാര്യം അഡ്രസ്സ് ചെയ്തുകൊണ്ടും, മാത്രമല്ല എക്സാം ആപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നൊരു കാര്യം ചോദിച്ചുകൊണ്ടും നിങ്ങളെല്ലാവരും മെയിൽ അയക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി RRB ചെന്നൈയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കോൺടാക്ടസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിനകത്ത് എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടെ താഴെ ഇമെയിൽ എന്ന് പറയുന്നുണ്ട്, rrbchennai@gmail.com എന്ന് പറയുന്ന മെയിൽ ID ആണ്. RRB ചെന്നൈയുടെ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന RRB ഏതാണെങ്കിലും ആ RRBയിലേക്ക് നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് മാക്സിമം ആളുകളിലേക്ക് സർക്കുലേറ്റ് ചെയ്ത് മാക്സിമം മെയിലുകൾ, ഒഫീഷ്യൽ മെയിലുകൾ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക. അയച്ച് നിങ്ങൾ നേരിടുന്ന പ്രോബ്ലം അറിയിക്കുക. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്തില്ലെങ്കിലും അപ്ലൈ ചെയ്താലും RRBസിനെ സംബന്ധിച്ച് അവർക്ക് ഒരു പ്രോബ്ലം അല്ല. കാരണം നമുക്കാണ് അതിൻ്റെ റിയൽ നഷ്ടം എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കാണ് അതിൻ്റെ നഷ്ടം. അതുകൊണ്ട് നമ്മളെല്ലാവരും ആക്ട് ചെയ്യേണ്ട ഒരു സമയമാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റാത്തവരും അല്ലെങ്കിൽ മാക്സിമം ആളുകളെ കൊണ്ട് നിങ്ങൾ മെയിൽ അയപ്പിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ആക്ഷൻ നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ ഇനിയൊരു 7 ദിവസം 8 ദിവസം കൂടി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളൂ. ഇപ്പോൾ മുതൽ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ മെയിൽ അയക്കാനും ഇങ്ങനെയുള്ള ആക്ഷൻസും ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതൊരു പ്രോബ്ലം ആണെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്. പിന്നെ കുറേ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാനും പറ്റുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ദിവസം പറഞ്ഞു, അധികം ട്രാഫിക്ക് ഫീൽ ചെയ്യാത്ത സമയങ്ങളിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ അവർക്ക് ചെയ്യാൻ പറ്റി. രാവിലെ 3 മണിക്ക് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞ് 1-2 പേർ എന്നോട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് രാവിലെ 3 മണിക്കോ 5 മണിക്കോ ഒക്കെ അപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്തിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ട കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.